ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെള്ളരിക്ക കിച്ചടിയാണ്. അതിന് ഒരു 200 ഗ്രാം വെള്ളരിക്ക ചെറുതാക്കി അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ അരയ്ക്കാൻ, 2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, 1/2 കപ്പ് തൈര്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ തിളച്ച് വരുമ്പോൾ സിമ്മാക്കി നന്നായിട്ട് വേവിക്കാം, അടച്ചു വയ്ക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ 1 കപ്പ് തേങ്ങ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കാം. ഇപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തു, വെള്ളരിക്ക നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്ത് ഒരു തിള വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് തൈരും കൂടെ മിക്സിയിൽ അടിച്ച് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിള വന്നു തുടങ്ങി. അപ്പോൾ തൈര് നമ്മൾ അടിച്ചു വെച്ചു, ഇനി അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തൈരും ഒഴിച്ചു. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തിള വരുന്നവരെ ഒന്ന് അത് തിളപ്പിക്കണം, ഒരുപാട് തിളപ്പിക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കൂട്ടാൻ കാണാനും കഴിക്കാനും ഒന്നും സ്വാദുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ ഈ ക്വാണ്ടിറ്റിയൊക്കെ പകുതി 1/2 കപ്പ് വെള്ളത്തിൽ വേവിക്കുക. തൈരും ഒരു 1/4 കപ്പ് തൈര് എടുത്താൽ മതി. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊരു തിളയൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊരു വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഒരു സ്വാദിന് ചേർക്കാം. അധികം ചേർക്കേണ്ട, കയ്പ്പ് രസം വരും. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ കരിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഈ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നല്ലൊരു കൂട്ടാനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ. 2 ക്യാരറ്റും 2 ബീറ്റ്റൂട്ടും തൊലി കളഞ്ഞ് വലിയ ഗ്രേറ്ററിൽ അരിഞ്ഞ് വയ്ക്കുക. ഒരു സവോള അരിഞ്ഞ് വെക്കണം, 2 പച്ചമുളക് അരിഞ്ഞ് വെക്കണം. പിന്നെ ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച്, പരന്ന പാൻ, അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഉഴുന്നുപരിപ്പ് ചുമന്ന് വരുമ്പോൾ നമുക്ക് കരിവേപ്പിലയും വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില മുളകും ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്കതിലേക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് എല്ലാ ഭാഗത്തും ആവണം. കടുക് എല്ലാ ഭാഗത്തും ആവണം, അല്ലെങ്കിൽ കടുക് അടിയിൽ കിടന്ന് ചിലപ്പോൾ വീണ്ടും കരിയും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് മതിയാവും. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവാൻ ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ചു വയ്ക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൽ ആവിയിൽ തന്നെ നന്നായിട്ട് വെന്തോളും. അപ്പോൾ നമുക്കൊരു നല്ല അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അരിഞ്ഞ് വയ്ക്കാം, പച്ചമുളക് അരിഞ്ഞ് വയ്ക്കാം, തേങ്ങ 1 പച്ചമുളകും ചേർത്ത് ചതച്ചും വയ്ക്കാം.
അപ്പോൾ ഏകദേശം അത് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കുക. പച്ചമുളകും ഇട്ട് കൊടുത്തു. സവോളയും പച്ചമുളകും നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും കൂടെ ഇടാം. ഞാനത് നേരത്തെ അരിഞ്ഞ് വയ്ക്കാൻ മറന്നു, അതുകൊണ്ടാണ്. ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി. ഇനി അതിലേക്ക് ചതച്ച തേങ്ങ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. ആ തേങ്ങയിലുള്ള വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആവണം. പിന്നെ തേങ്ങ ഒന്ന് വേവ് വേണം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. സവോളയൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ മധുരമൊന്നും ഒരുപാട് നമുക്ക് തോന്നില്ല. താങ്ക് യു.